ഹായ് ഗൈസ്, വയനാട്ടിൽ ജൂലൈ 29 നടന്ന ഉരുൾപൊട്ടൽ ആർക്കും മറക്കാൻ പറ്റാതെ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം. എല്ലാവരും രാത്രി ഉറങ്ങുന്നത് നാളെ രാവിലെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, നമുക്ക് ഭാവിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് എല്ലാവരും ഉറങ്ങുന്നത്. ഒരു സ്വർണ്ണ നമ്മളെ ബന്ധുക്കളെ, നമ്മളെ വേണ്ടപ്പെട്ടവരെയും, നമ്മളെ വീടും നാടും എല്ലാം ഇല്ലാതായി പോവാന്ന് പറയുന്നത് ഭയങ്കര ഞെട്ടലുണ്ടാകുന്ന, ഭയങ്കര ഷോക്കിംഗ് ആയ ഒരു വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. മുണ്ടക്കൈ, ചൂരൽമല, ആട്ടമല, പുഞ്ചിരിമറ്റം, മേപ്പടി, കുഞ്ഞം, ഇങ്ങനെ 6 സ്ഥലങ്ങളെ ഇത് ബാധിച്ചത്. ഒരുപാട് ജനങ്ങൾക്ക് ബന്ധുക്കളെ, സ്വന്തം വീട്ടുകാരെല്ലാം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, സ്ഥലം നഷ്ടപ്പെട്ടു. ഇപ്പൊ വയനാട്ടുകാർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങള് അത് നമുക്കൊരു പരിധി വരെ അവർക്ക് ഹെൽപ്പ് ചെയ്ത് ഡൊണേറ്റ് ചെയ്ത് സഹായിക്കാൻ പറ്റും. പക്ഷെ ഇവർക്ക് നഷ്ടപ്പെട്ട ബന്ധുക്കളെ, സ്വന്തക്കാരെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വലിയൊരു നഷ്ടം തന്നെ, വലിയൊരു വേർപാട് തന്നെയാണ് അവർക്കത് ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ, വീണ്ടും ജീവിച്ചു തുടരാനും ജീവിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ഒരുപാട് നടന്മാരെല്ലാം ഇതിനു വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളടക്കം നമുക്ക് പറ്റുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ടും അല്ലാതെയും എല്ലാം നമ്മൾ മാക്സിമം വയനാടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നടന്മാരായിക്കോട്ടെ, ഇപ്പൊ കേരളത്തിൽ നിന്ന് മമ്മൂക്ക 20 ലക്ഷം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലാലേട്ടൻ 25 ലക്ഷം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലാലേട്ടൻ വിശ്വശാന്തി ഫൗണ്ടേഷനായി ചേർത്ത് 3 കോടിയോളം കൊടുത്തിട്ടുണ്ട്. അതും ലാലേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഇനിയും കൊടുക്കാൻ തയ്യാറാണ്, അതിന് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മാക്സിമം സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട നടന്മാര്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ നിന്ന് വിക്രം 20 ലക്ഷം കൊടുക്കുന്നുണ്ട്, സൂര്യ കാർത്തിക് 50 ലക്ഷം കൊടുക്കുന്നുണ്ട്, നയൻതാര 20 ലക്ഷം, കമലഹാസൻ 25 ലക്ഷം, രശ്മിക മന്ദാന 20 ലക്ഷം കൊടുക്കുന്നു, അതുപോലെ തന്നെ തെലുങ്ക് അല്ലു അർജുൻ 25 ലക്ഷം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും മാക്സിമം വയനാടിനെ രക്ഷപ്പെടുത്താൻ മാക്സിമം കൈകോർത്ത് പിടിച്ച് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തില് ലാലേട്ടൻ വയനാട്ടിൽ ആർമി യൂണിഫോമിൽ വന്നു എന്ന് പറഞ്ഞ് അതിനെ കളിയാക്കിക്കൊണ്ട് വെറുതെ ഷോ ഓഫ് ആണെന്ന് പറഞ്ഞു ചെകുത്ത യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ചെയ്യുന്ന ഏത് കാര്യത്തിനെയും എതിർക്കുക, വെറുതെ കുറ്റം പറയുക എന്നുള്ള ഒരു ഒറ്റ ആറ്റിറ്റ്യൂഡിൽ, ഒറ്റ ലക്ഷ്യത്തിൽ നിൽക്കുന്ന ആളാണ് ഇയാള്. എന്ത് സംഭവിച്ചാൽ നല്ല ചെയ്താൽ എന്തെങ്കിലും ഒരു തെറ്റ് ഇരുന്ന് കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വരുവാണ്. ഇപ്പൊ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കെല്ലാം മഞ്ഞയായി തോന്നുന്നു പറഞ്ഞില്ലേ, അതുപോലെ എന്തോ ഒരു സംഭവം പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. അപ്പൊ പുള്ളിക്കാരന്റെ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തില്ല, പക്ഷെ പുള്ളിക്കാരന്റെ വീഡിയോ എടുത്തിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട്, PK ട്രോൾസ്. അതിന് റിയാക്ട് ചെയ്യാനാണ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ട്രോൾ വീഡിയോയിലോട്ട് പോവേ. പടച്ചോൻ ചിലപ്പോ ചില കൈവിട്ട കളികളി. സമാധാനിക്ക്, എല്ലാം ദൈവനിശ്ചയല്ലേ. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല അച്ചോ. നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് TV-യിലും വാർത്തകളിലൂടെ ഒക്കെ അറിയുന്നത്. വളരെ സങ്കടകരമായ കാര്യമാണ്. അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിന്റെ വ്യാപ്തി. സൈനിക വേഷത്തിൽ മേൽപ്പടിയിലെത്തി മോഹൻലാൽ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാനാണ് നടൻ മോഹൻലാൽ വയനാട് മേൽപ്പടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത്. ഇതാരെങ്കിലും പറഞ്ഞറിഞ്ഞ് ഇപ്പൊ വരും പുന്നാര മരുമോൻ. എന്നാടാ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഈ മോഹൻലാല്, ലഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് എന്റെ ദൈവമേ, വയനാട് ദുരന്തബാധിത മേഖല സന്ദർശിക്കുന്ന സമയത്തെ അയാൾക്ക് ചുറ്റും കുറെ പട്ടാളക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും കളഞ്ഞിട്ടുണ്ട്. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ നാണം ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട്. നാണം ഉണ്ടോ ഇയാൾക്ക്? മോനെ ചങ്കര, മണ്ടൻ മരങ്ങോടാ, മാറ്റമില്ല, മാറാൻ ഉദ്ദേശമില്ല, പണ്ടത്തെ പോലെ തന്നെ. അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും എന്ത് മൈര ഇയാൾ അവിടെ പോയി പറഞ്ഞതെന്നൊന്ന് പറയിക്കാവോ ഇയാളെ കൊണ്ട്? കഴിവേറി മോനെ, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം? ബോറം നിനക്ക് വേണം. എല്ലാം നടു റോഡിട്ട് ചവിട്ടും ഞാൻ. നിങ്ങക്ക് ഇത് മനസ്സിലാവുന്നില്ല, കണ്ടിട്ട് ഇയാൾക്ക് മനസ്സിലാകത്തില്ല എന്നാണ്. ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. ഞാൻ വിശ്വസിക്കില്ല. എന്നിട്ട് താമം ചെയ്തു. ഞാൻ കേട്ടോണ്ടെങ്കിൽ പോകുന്നു. ഒരു കാശിന് കൊള്ളില്ല, 9 കാശിന് ഉപദ്രവവും.
ഇവനോട് എന്താ പറയുന്നത് എനിക്കറിയാൻ വേണ്ടി. ഇങ്ങനെ എടുത്തും വന്നിട്ട് ഞാൻ എങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ എന്നോട് ചെന്നിട്ട് പറയാതെ അയാളോട് നിന്ന് പറഞ്ഞു കൊടുക്കാൻ എന്റെ പട്ടി പോലും പോകത്തില്ല. താൻ പിന്നെ വലിയ പണിക്കാരനാണല്ലോ. മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലല്ലേ നീ ഇവിടെ ജീവിക്കുന്നത്? അത് മാത്രം പറയരുത്. പോടായിരുന്നു. കാരണം അവൻ ആരാന്ന് ചോദിക്കും. മനസ്സിലായി? ആദ്യം തന്നെ ചോദിക്കണം ഇവൻ എന്തിനാ ഇവിടെ വന്നേ, ഇവൻ ആരാ? എന്താ കാര്യം? ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ചില ജാതി ചിന്തകളും ചില ജാതി പ്രവർത്തികളും അങ്ങനൊന്നും തൂത്താൽ പോവില്ല. ഇവൻ കേണനാണോ സിനിമാടനാണോ അതോ വേറെ ഏതെങ്കിലും TV അവതാരകനാണോ പരസ്യത്തിൽ അഭിനയിക്കുന്നവനാണോ എന്ന് ചോദിക്കണം. ഇവനെന്താ ഇങ്ങനെ? ചില പട്ടികൾ കടിക്കും, ചിലത് കുറയ്ക്കും, ചിലത് കാക്കിയിടും. വെറുതെ എന്റെ കൈ കൊണ്ട് നേർച്ചയിടിക്കില്ലേ ജോർജ്? നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല കണ്ടിട്ട്? ഇയാൾക്ക് മനസ്സിലാകത്തില്ല എന്താണല്ലോ ഇത് ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്ന് ഒരു നാണോ ഉളുപ്പും ഇല്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത ശശിയെ എന്നാണ് ഈ പറയുന്നത്? തലച്ചോറിനകത്ത് തീട്ട വേണ്ടുള്ള ഒരാൾ ഇറങ്ങി ഷോ കാണിക്കാൻ വരുമ്പോ അതിന് പട്ടാളത്തിന്റെ സമയം കളയുന്നത് എന്തിനാ? നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. ഇനി കാശ് കൊടുക്കാനാണ് ഇഷ്ടംപോലെ സിനിമാന്മാർ കൊടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ളവന്റെ ഒന്നും കാശ് മേടിക്കരുത്. അങ്ങനെയാണ് ഇത്. സാറിന് വല്ല നഷ്ടമുണ്ടോ? നഷ്ടോ? എനിക്കെന്ത് നഷ്ടം? പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജിയേട്ടാ, ഈ ഇങ്ങനെയുള്ളവന്റെ ഒന്നും കാശ് മേടിക്കരുത്. അങ്ങനെയാണ് ഇത്. മനസ്സിലായോ? നീയാണല്ലോ കോടതി ഓടാമയില്. അല്ല എനിക്കറിയാത്തോണ്ട് ചോദിക്കോ. ഈ ഇങ്ങനെയൊക്കെ വരുന്നവനൊക്കെ എന്തറിഞ്ഞോണ്ടേ വരുന്നേ? അതേക്കുറിച്ച് ഓർത്ത് നീ തലമുണ്ടാക്കണ്ട. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത നിനക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇതന്നെ ടൂറിസ്റ്റോ? ചുമ്മാ വായും പൊളിച്ചു പോയി നിൽക്കുക, അവരുടെ അത്രയും സമയം കളയുക. പട്ടാളക്കാർ അവിടെ പണിയെടുക്കാൻ പോയേക്കുന്നവർ ഇവന് ചുറ്റും നടക്കുക. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അതെന്റെ പൗരധർമ്മമാണല്ലോ. ഇവിടെ നിന്ന് ഒരു മൊണ്ണ പോയേക്കുക കാണാൻ. ദുരന്തബാധിത പ്രദേശം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശിച്ചെന്ന്. എന്തിന് സന്ദർശിച്ചു? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. നിന്റെ പണി ഇതല്ലല്ലോ. നിന്നെ എന്തിനാ ഇങ്ങനെ ആക്കി ഇരുത്തിയേക്കുന്നത്? പട്ടാളത്തിന് നല്ലപോലെ അറിയാം. യുദ്ധം വന്നാൽ ഇവനെയൊക്കെ വിളിച്ചോണ്ട് പോവോ? ഇവൻ ആരാ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. അങ്ങനെ എന്തോ ഇവന്റെയൊക്കെ ക്വാളിറ്റി അവിടെ ചെന്ന് നിൽക്കാൻ. ഇനി ഒരു തവണ കൂടെ എന്റെ മുമ്പിൽ ഈ പല്ല് ഞെരിച്ചാലുണ്ടല്ലോ, നിന്റെ ഈ പൊത്തേമാരി പോലുള്ള ശരീരം കുത്തിപ്പിടിച്ചൊറ്റ പൊക്ക് വെക്കിട്ട് ഈട്ടിച്ചതിന്റെ മോണയുടെ ബോൾട്ടളക്ക് ഞാൻ കേട്ടോ. കൊള്ള മോനെ. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അതിലെടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, പോലീസ്, അതുപോലെ ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ്, സന്നദ്ധ സംഘടനകൾ, സാധാരണ ലോക്കൽ ആൾക്കാർ. ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു. നല്ല കാര്യങ്ങൾക്ക് നിമിത്തമാകുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. നിങ്ങളിവിടുന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ല. ഇപ്പം അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണ് നിറയുന്നത് ഞാൻ. അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ LP സ്കൂൾ റീജനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുക. അതിന് നന്ദിയോ നമസ്കാരവും എന്താ പറയേണ്ടത്? ആ തീരുമാനമാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. നിങ്ങൾക്കിടയിലേക്ക് വരാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട എന്നതിനെ നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുന്നു നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. കൂടെ ഞാനുണ്ട്. തീർത്ഥമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി ഇവിടെ നിൽക്കാം. നമ്മളും കൂടെ തന്നെ ഉണ്ടാവും. വന്ന വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടണ വണ്ടിക്ക് നാട്ടിപ്പോടാ. ട്രോള് സംഭവം കിടലായിട്ടുണ്ട്. മോഹൻലാൽ ലാലേട്ടൻ ഇപ്പൊ അവിടെ വന്നത് ഒരു നടന്നില്ലതിലുപരി ലഫ്റ്റനന്റ് കേണൽ, അതായത് ഇന്ത്യൻ ആർമിയുടെ ഒരു വലിയ പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയായിട്ടാണ് വന്നത്. ലാലേട്ടൻ അവിടെ ഇറങ്ങിയപ്പോ ഇത്രയും ആർമിക്കാർ അങ്ങോട്ട് പോയത് പുള്ളിക്കാരെന്നല്ല നടനില്ലോണ്ടല്ല, പൊസിഷൻ കൊണ്ട് തന്നെയാണ്. ആ പൊസിഷനൊരു റെസ്പെക്ട് ഉണ്ട്. ഇന്ത്യൻ ആർമി, ഫയർഫോഴ്സ്, നമ്മളെ പോലീസ് എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു ആൾക്കാരെല്ലാം രക്ഷപ്പെടുത്തുന്നത്. ഈവൻ തിരിച്ചെടുക്കാൻ സഹായിക്കുന്ന ഇവരൊക്കെയാണ്. ഹ്യൂജ് റെസ്പെക്ട് ഉണ്ട്. മുന്നോട്ട് വന്ന് ഡൊണേറ്റ് ചെയ്യാനും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും തയ്യാറായിട്ടാണ് ലാലേട്ടൻ വന്ന് സംസാരിച്ചത്. അതായത് വളരെ പോസിറ്റീവായ രീതിയിൽ ആൾക്കാരെ കൂടെ നിൽക്കണം, ഞാൻ നിൽക്കും, നിങ്ങൾ എല്ലാവരും നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലും വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു ധൈര്യം കൊടുക്കുന്ന രീതിയിലാണ് മുന്നോട്ട് വന്നത്. ആ സമയത്ത് ഈ ഒരു വിഷയം എടുത്തിട്ട് ചുമ്മാ ഷോ ഓഫ് ആണ്. ആർമിക്കാർ പോയിട്ട് മോഹൻലാലിനെ പിക്ക് ചെയ്ത് സമയം നഷ്ടം, ആരാണ് ഇയാളെന്നൊക്കെ ട്രോളാൻ മാത്രം, ഇത്ര കളിയാക്കാൻ മാത്രം എന്ത് അവകാശമാണ് ഈ ചെകുത്താന്ന് പറഞ്ഞ ആക്കുള്ളത്? ലാലേട്ടൻ നല്ല ചെയ്താലും മോശം ചെയ്താലും, നല്ല സിനിമ ചെയ്താലും മോശം ചെയ്താലും, എന്ത് ചെയ്താലും ലാലേട്ടൻ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ മോശമായി സംസാരിക്കാനുള്ള ആ പുള്ളിക്കാരന്റെ രീതി. അത് സമയമോ സന്ദർഭമോ ഏത് സ്ഥലമോ ഒന്നും ചിന്തയില്ല. കറക്റ്റ് ട്രോളാണ്. അതായത് കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോഴും നാട്ടിൽ അവരെ ഇൻസൾട്ട് ചെയ്ത് ജീവിക്കുന്നത്.
കറക്റ്റാണ്. ട്രോള് കിടലായിട്ടുണ്ട്. എന്തായാലും ചെകുത്താന് വേണ്ട നല്ല പേര് ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പേര് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു പൊൻതൂവൽ കൂടി എന്ന് വേണം പറയാം. ഇനിയും അവസരങ്ങൾ ഉണ്ടാക്കി പുള്ളിക്കാരൻ മുന്നോട്ട് വരും. എന്തായാലും ഒരു സെൻസേഷണൽ വിഷയമായിട്ട് വീണ്ടും വരും. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ വഴിക്ക് പോട്ടെ. എന്തായാലും വയനാട് ജനങ്ങൾക്ക് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമുക്ക് പറ്റാവുന്ന രീതിയിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ പൈസ അയച്ചു കൊടുക്കുക, അതെല്ലാം ചെയ്യുക. നമ്മളെല്ലാവരും നമ്മൾ വയനാട് ജനങ്ങൾക്കൊപ്പം നിൽക്കുക. നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ തിരിച്ചു വരട്ടെ. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വി വിൽ ഹീൽ ആൻഡ് ഗ്രോ. ആ കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. മറ്റൊരു റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.